നാടകം വരിക വരിക സഹചര്യം. ഹലോ, എന്റെ മനുഷ്യ ഞാൻ പറയുന്ന കേക്ക്. അതെ, ഞാൻ വന്നിട്ട് ഇപ്പൊ 2 ആഴ്ചയായി. അച്ഛൻ ഇങ്ങനെ 1-2 പോകുന്ന രീതിയിൽ കിടക്കുന്നു. ഞാൻ എങ്ങനെ അങ്ങോട്ട് വരാൻ? അതിന് പറഞ്ഞ് കൂടി വന്ന 1-2 ദിവസം അതിൽ കൂടുതലൊന്നും വീട് പോകില്ലേത്. അത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ നാളത്തെ ഫ്ലൈറ്റ് ഇങ്ങോട്ട് വരൂ. അപ്പൊ നമുക്ക് അച്ഛന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്വത്തിന്റെ കാര്യങ്ങളുടെ തീരുമാനമൊക്കെ ആക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോകാം. അത്രേ ഉള്ളൂ. ശരി. നിങ്ങൾ ഇങ്ങനെ എല്ലാ നേരം അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമൊന്നുമില്ല. ഈ ഷെയർ മാർക്കറ്റിന്റെ കാര്യത്തിൽ ഇവിടുന്ന് പുറത്തിലൂടെ അങ്ങനെ തന്നെ അച്ഛനെ നോക്കാൻ വരെ ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരാഴ്ച അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞോളൂ. ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 2 ദിവസം ബാക്കിയുള്ളൂ. ഇതപ്പതൊന്നും നിൽക്കില്ല. മാക്സിമം 1 ദിവസം. അതുകൊണ്ട് തന്നെ എല്ലാം തീരുമാനമായിക്കോളൂ. ഇതിപ്പോ എത്ര ദിവസമായിരുന്നു നാളെ പറഞ്ഞിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്? ബിസിനസ് ആണെങ്കിൽ മൊത്തം കുളമാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നാളെ തന്നെ തിരിച്ചു പോകുന്നത് നമുക്ക് നല്ലത്. എനിക്ക് വേണമെന്ന് പറയാൻ നീ എന്താ വേണമെന്ന് ചെയ്യും. അവസാന ശ്വാസം പറഞ്ഞേ. നീ പോയാൽ കൺഗ്രാജുലേഷൻ. വനം വെച്ച് വനം വെച്ച് ഇവിടുത്തെ കാര്യമാണ് അറേഞ്ച് ചെയ്യും. ദാദാ അച്ഛനൊരു ഫോട്ടോ എടുത്ത് വെക്കി. അത്രയും മറ്റേ മുടങ്ങുന്നതല്ലേ. വാട്സാപ്പിലോ? അത് വേണ്ട. ഏകമകക്ക് അത് എന്റെ അവകാശമാണ്. ഞാൻ ഉണ്ടാവാം. ചേച്ചി അല്ല, നിങ്ങളുടെ കയ്യിലുള്ള അച്ഛനുള്ള ഫോട്ടോ ഉണ്ടോ? അപ്പൊ നിന്റെ ഫോട്ടോ പോലും ഇല്ല. അതല്ലേ ഞാൻ പറഞ്ഞു ഞാനിടാന്ന്. ഓ, അപ്പൊ ചേച്ചിയുടെ ഫോട്ടോ ഉണ്ടോ? അതൊക്കെ ഉണ്ട്. ഓ, അതാണല്ലേ വന്നപ്പോ തന്നെ എന്റെ മൊബൈലിൽ നിന്ന് ഫോട്ടോ എടുത്തത്. ഇപ്പൊ മനസ്സിലായി. ഞാൻ ആ ഫോട്ടോ എനിക്ക് ഫോർവേഡ് ചെയ്യും. ഞാനിടാം. ഞാൻ വോയിസ് ഇടണം. മിണ്ടല്ലേ. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ വത്സല പിതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ശ്രീ കളത്തിൽ രാമനുണ്ണി മാസ്റ്റർ അല്പസമയം മുമ്പ് നിര്യാതനായ വിവരം വ്യവസായ സമേതം അറിയിച്ചുകൊണ്ടു. ഞാനും ഒരു വോയിസ് ഇട്ടെ. എല്ലാവരും ഒന്നും മിണ്ടാണ്ടി. ഞങ്ങളുടെ വാത്സല്യനിധിയായ അച്ഛൻ അല്പസമയത്തിന് മുമ്പ് ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയി. ഹലോ, കൊറേ കാലമായില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിങ്ങനെ കിടക്കുന്നത്. കുറച്ചു നേരത്തിന് മുമ്പ് കൂടി പോയി. ഇല്ലില്ല, ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് 2 ദിവസത്തിനുള്ളിൽ അവിടെ എത്തും. ഓക്കെ ഓക്കെ ബൈ. ഓ, എന്താണ് ഭയങ്കര ഹാപ്പി ന്യൂസ് ആണല്ലോ നിങ്ങളെല്ലാം പറയുന്നേ. അല്ല, എനിക്ക് എന്തൊരു പുച്ഛം. അവളുടെ കല്ലേ ഉള്ളു അച്ഛനോട് സ്നേഹം. ഹാപ്പി ആയിട്ടിരിക്കുന്നത്. കാര്യം ചെയ്യും, അത് ഡിലീറ്റ് ചെയ്തിട്ട് കുറച്ച് കരച്ചിലൊക്കെ ചേർത്തങ്ങ് ഇട്ടോളൂ. ഞാൻ ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്യും. ഞാനൊരു വോയിസ് കിട്ടുന്നുണ്ടല്ലേ.
പിതാവും നാടിന്റെ സേനാനിയുമായിരുന്ന കളത്തിൽ രാവിലെ ഭാഷണം അല്പസമയം മുമ്പ് നിര്യാതനായ വിവരം ഇങ്ങനെ വിശ്വസമേതം അറിയിച്ചുകൊള്ളട്ടെ. എങ്ങനെയുണ്ട്? ഒരു അച്ഛൻ സ്നേഹി ഒരു കാര്യം പറഞ്ഞേക്കാം. നാട്ടുകാരൊക്കെ ഇപ്പൊ വ്യക്തികളൊന്നും നമ്മൾ തമ്മിലുള്ള തർക്കം നാട്ടുകാരെ കൂടെ അറിയിക്കണ്ട കേട്ടോ. അല്ല, സംസ്കാരത്തിന് സമയം കൂടെ അറിയിക്കണ്ടേ? സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇലക്ട്രിക്കൽ മെട്രോയിൽ. അയ്യോ, ഇതൊക്കെ നമ്മൾ വേണ്ടപ്പെട്ടവരോട് അന്വേഷിച്ചിട്ട് വേണ്ടേ ഇതൊക്കെ തീരുമാനിക്കാൻ? അല്ല, ഇതാരായി വേണ്ടപ്പെട്ടവര്? ഞാനിവിടെ വന്നിട്ട് ഒറ്റ മനുഷ്യനെ വഴിക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് ചേച്ചിക്ക് അറിയാനില്ല. മാത്രമായിട്ടും പറഞ്ഞല്ലോ നമ്മളില്ലാത്തപ്പോ എല്ലാ കാര്യവും അവരൊന്ന് അന്വേഷിക്കാറുണ്ടെന്ന്. ഓ പിന്നെ അയ്യോ, അച്ഛൻ മരിച്ചിട്ടില്ല. ചേട്ടാ, ചേച്ചി, അച്ഛൻ മരിച്ചിട്ടില്ല. അയ്യോ, തീർന്നില്ലേ? അച്ഛനെ വീണ്ടും വെള്ളം വീണോ? എന്താ അച്ഛനീ പറയുന്നേ? അതെ, അച്ഛന് ചായ വേണമെന്ന്. കൊണ്ടുകൊടുക്ക്. ചായയോ ചാരായോ എന്താ വേണമെന്നുണ്ട്? അതെ, അച്ഛൻ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീയല്ലേ അച്ഛന്റെ മാനസപുത്രി? ഒന്ന് കേട്ടേ. എന്താച്ചാ പാട്ടോ? അതെ, അച്ഛൻ പറയുന്നതേ അച്ഛന്റെ പഴയ പാട്ട് കേൾക്കുന്നു. വരിക വരിക സഹജതേ, അത് വെച്ചു കൊടുക്കാൻ. അതേക്കാൻ പറ്റിയ സമയം വെച്ചു കൊടുക്ക്. അറിയാവോ? കേൾക്കട്ടെ. ഒരു കാര്യമുണ്ട്, നാളെ കൂടെ ഞാൻ കാത്തിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകും. പിന്നെ നിങ്ങൾ അച്ഛനും മക്കളാണ് നിങ്ങളുടെ പാടെ. സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകണം. അച്ഛനെന്തോ പിന്നെ പറയുന്നു. ആദ്യം ഒന്ന് വന്ന് കേക്ക്. എന്നെ ഈ അച്ഛൻ പറയണേ? ചേച്ചി, അച്ഛൻ പാടുന്നു എന്റെ കൂടെ. വരിക വരിക സഹജതയാണ്. ഞാൻ പിടിക്കും. പറ്റിയ സമയം പ്രായം പാട്ട് പാടാനായിട്ട്. ഒരു കാര്യം, നിങ്ങളുടെ കൂടെ പാട്ട് പാടി ഇവിടെ ജാതിക്ക് കൂടെ ഇറങ്ങിക്കോട്ടെ. വരിക വരിക സഹജതേ, സമര സമരമായി. സമുദ്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ട. എന്തൊരു ശല്യാണത്? ഇവിടെ ആരില്ലേ? അതെന്താ കാണിക്കുവേ? അച്ഛനാണെങ്കിൽ ചാമ്പാനെ കെട്ടിരുന്ന പാട്ട് കേൾക്കുന്നോ? എന്താ അച്ഛനൊക്കെ നിങ്ങൾ എവിടെ പോയി എടുക്കാണ്? ഇതേ നീ അച്ഛനെ നോക്കാന്ന് പറഞ്ഞ് നാട് മുഴുവൻ കറങ്ങി നടക്കുന്നല്ലാണ്ട് നീ എന്തെങ്കിലും ചെയ്യണ്ട. ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് മാത്രം ഉത്തരവാദിത്തമുള്ളൂ. കേട്ടാ, അച്ഛനെ നോക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലോ. ഞങ്ങൾ എന്തൊക്കെ ടെൻഷനാണ് ഞങ്ങൾ അവിടെ വീട്ടിൽ വെച്ചിട്ട് വന്നിരിക്കുന്നത് എന്നറിയില്ലേ? അപ്പൊ ഞാനോ ഇവിടെ 10 ഇരട്ടി ടെൻഷനുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കുറ്റം പറയാൻ എന്ത് എളുപ്പം. കുറ്റം പറഞ്ഞതല്ല, കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായി കുറച്ചു നേരം കൊണ്ട് വിചാരിച്ച. അപ്പൊ ഇതിപ്പോ എങ്ങനെയായി? ഇനിയും എത്ര വെച്ചിട്ടാണ് ഒരു കാര്യം? നാളെ ഞാൻ പോകുന്നതിന് മുമ്പ് മറ്റു കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാവണം. ഞാൻ പറഞ്ഞേക്കാം. അല്ല, എന്താ ഈ തീരുമാനം? ഇതൊക്കെ നമ്മൾ നേരത്തെ എല്ലാ തീരുമാനങ്ങളും എടുത്തല്ലേ? ഈ വീടും അതിന്റെ ചുറ്റുമുള്ള ഈ 20 സെന്റ് ഗോപിക്ക്, അപ്പുറത്ത് കിടക്കുന്ന പറമ്പ് ഗാഥയ്ക്ക്, സ്കൂളിനപ്പുറമുള്ള പറമ്പ് എനിക്ക്, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ തീരുമാനമാക്കിയതാ. എന്താ ഇപ്പോൾ വേണ്ടാത്ത ഈ വീടും പറമ്പ് ഞങ്ങൾ തലേ കെട്ടിവെച്ചു. വേണ്ടാത്ത വർത്താനം പറഞ്ഞേക്കട്ടെ. അതൊക്കെ നിങ്ങൾ പോണ്ടേ? അതെ ചേട്ടാ, ഒന്ന് പതുക്കെ പതുക്കെ അച്ഛന് കേൾക്കാം. അച്ഛൻ കേൾക്കട്ടെ. ഇതൊക്കെ അച്ഛനുള്ള സമയത്ത് പറഞ്ഞുള്ള കാര്യങ്ങളല്ലേ?
അച്ഛൻ എന്തോ പിന്നെയും പറയുന്നു. എന്താ അച്ഛന് പാട്ട് പിന്നെ വെക്കണത്? എനിക്ക് പറ്റില്ല, ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഡോക്ടർ എന്താ പറഞ്ഞു, ഇത് ഒരാഴ്ച കൂടുതൽ നീണ്ടു പോകില്ല. എന്നിട്ട് ഇപ്പോഴാണ് അച്ഛൻ ചോദിക്കുന്നു ഡോക്ടർ എന്താ പറഞ്ഞു പറഞ്ഞു കൊടുക്കും. അയ്യോ, പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറൊക്കെ വന്നിരിക്കുന്നു. നിങ്ങൾ മെസ്സേജ് ഒന്ന് ഡിലീറ്റ് ചെയ്തില്ലേ? വേഗം ഡിലീറ്റ് ചെയ്യൂ, വേഗം ഡിലീറ്റ് ചെയ്യൂ. ഒറ്റ കമ്മിറ്റിക്കാരെ എന്തായാലും വേഗമായോ? ക്യാമറ റെഡിയല്ലേ? ആ എന്തായാലും ഭാഗ്യമായി. ആര് വരുന്നതിന് മുമ്പ് നമുക്ക് എത്താൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ വീട്ടുകാരും കാണാനില്ലല്ലോ. എല്ലാവരും എവിടെ പോയി? ഒരാളെയും കാണാനില്ല. ഇവിടെ ഇവിടെയായിരുന്നോ? പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നോ? എന്തായാലും രാമനുണ്ണി മാഷ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത് വളരെ ദുഃഖമുണ്ട്. ക്യാമറ ഇവിടെ വാ. ചെറിയൊരു പ്രശ്നമുണ്ട്. മാഷോടുള്ളത് ഞങ്ങൾക്ക് ആശ്വാസമായിരുന്നു. അനുശോചനം പറയട്ടെ. നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ നാട്ടിലെ ഒരേ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുമായ കളത്തിൽ രാമനുണ്ണി മാഷ് നമ്മളെ വിട്ടുവരുന്ന വിവരം വ്യസന സമേതം ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. നാട്ടുകാരുടെ അനുശോചനം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. അതെ, ഒരു കാര്യം ഒന്ന് കേൾക്കൂ. ചെറിയ കാര്യം, ചെറിയൊരു പ്രശ്നം, ഒരു പ്രശ്നം. എല്ലാ പ്രശ്നങ്ങളും സൗമ്യം. ചെറിയൊരു പ്രശ്നം. കുറച്ചു കാലം മുമ്പ് ശ്വാസം നിന്നപ്പോ ഞങ്ങൾ വിചാരിച്ചല്ലോ ചെറിയൊരു എത്ര ബുദ്ധിമുട്ടായി റീത്ത് സംഘടിപ്പിക്കാന്ന് അറിയോ? അപ്പൊ എനിക്കായ കുറ്റം. പ്രസിഡന്റ് അല്ലേ പറഞ്ഞ മറ്റു കമ്മിറ്റികൾ വരുന്നതിന് മുമ്പ് കാണുന്നത്. പ്രസിഡന്റ് എന്റെ വാലിരിക്കുന്ന കേൾക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോളൂ. അല്ല, ഇപ്പൊ ഈ റീത്ത് എന്ത് ചെയ്യും? ആ റീത്ത് എന്റെ ഈ നെഞ്ഞത്ത് വെച്ചത് നിങ്ങൾക്ക് ഇപ്പൊ എന്താ ഞാൻ ഭരിച്ച പോലെ തന്നെയല്ലേ? എന്നെ കൊണ്ടും എന്റെ ജീവിതം കൊണ്ടൊന്നും നിങ്ങൾക്കൊരു കാര്യമില്ല. ഇനി ശരിക്കും ഞാൻ മരിച്ചു എന്ന് കേട്ടാലും ഇതും കൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. മക്കളോടും കൂടിയാ പറയണ. മരിച്ചിട്ട് കുളിച്ചു നടന്നായിട്ടും കൂടി നിങ്ങളൊന്നും വരണമെന്നില്ല. എല്ലാം കഴിഞ്ഞ ഈ സ്വത്തൊക്കെ നിങ്ങൾ അങ്ങോട്ട് വീതിച്ചെടുത്തോളൂ. അതുപോലെ വരിക സഹചരെ സഹന സമര സമയമായി. അതെ, ഈ ആ പാട്ടൊന്ന് വയ്ക്കാൻ. വരിക സഹചരെ സഹന സമര സമയമായി. കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകണം.
ബ്രിട്ടനെ വിരട്ടുവിൻ ചട്ട